Welcome, dear students. Today we are going to learn about the topic cognitivism. Cognitive psychology was the result of the wave of intellectualism which believed in man's higher cognitive abilities and the ability to adjust to the environment to strive for perfection. അതായത് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഭൗതികമായിട്ടുള്ള കഴിവുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ്, അല്ലെങ്കിൽ സ്കൂൾ ഓഫ് സൈക്കോളജിയാണ്. സോ ഹ്യൂമൻ ബീങ്സിന് എൻവയൺമെൻറ്റൽ സ്റ്റിമുലസ് ഉണ്ടാകുമ്പോഴത്തേക്കും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ഉണ്ട്. അപ്പോൾ ആ ഒരു കൊഗ്നിറ്റീവ് എബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കോഗ്നിറ്റീവ് സൈക്കോളജി കൊടുത്തു. ആൻഡ് ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു, ഗസ്റ്റോൾട്ട് സൈക്കോളജിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ കോഗ്നിറ്റിവിസം എന്നുള്ളൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. സോ ഇറ്റ് ഈസ് എ റിലേറ്റീവ്ലി ന്യൂ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി and it has grown into a popular field of study. Cognitive psychology അതിനൊരു ഇമ്പോർട്ടൻസ് ഗെയിൻ ചെയ്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1950 തൊട്ട് 1970 വരെയാണ്, വേർ സൈക്കോളജിസ്റ്റ് ബിഗാൻ ടു ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ തിങ്കിങ് എബിലിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ആൻഡ് ഇത് മെയിനായിട്ട് നമ്മുടെ ബിഹേവിയറിസ്റ്റ് സ്കൂളിനെയാണ് ഇത് ഒപ്പോസ് ചെയ്തത്. ആൻഡ് ബിഹേവിയറിസ്റ്റ് സ്കൂൾ ഇസ് ഓൾസോ നോൺ ആസ് എ ബ്ലാക്ക് ബോക്സ് തിയറി എന്നുള്ളതാണ്. അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു ബിഹേവിയറിസം. അപ്പോൾ ആ ഒരു സ്റ്റിമുലസ് റെസ്പോൺസിൻ്റെ ഇടയിൽ ഹ്യൂമൻ തിങ്കിങ് കൂടെ വരുമെന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഹ്യൂമൻ തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് തന്നെ അതിനെ വൈറ്റ് ബോക്സ് തിയറി എന്നും വിളിക്കാറുണ്ട്. സോ ദിസ് കോഗ്നിറ്റീവ് റെവല്യൂഷൻ occurred during the period of 1950 to 1970. ആൻഡ് അതിൽ നിന്ന് തന്നെ സൈക്കോളജിസ്റ്റിന് ആ ഒരു ഷിഫ്റ്റ് ഓഫ് തിങ്കിങ് ഉണ്ടായി. അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ സൈക്കോളജി തന്നെ മാറാനായിട്ട് തുടങ്ങി. The year 1967, German-American psychologist Erlich Neisser introduced the term cognitive psychology, and so he is considered as the father of cognitive psychology. And he defined cognition as the study of the process behind perception, transformation, storage and recovery of information. അപ്പം 1967 ജർമ്മൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റായ എർലിക് നെയ്സറാണ് ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫാദർ ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയാറുണ്ട്. ആൻഡ് കൊഗ്നിഷൻ എന്നൊരു പ്രോസസ്സിന് അദ്ദേഹം ഡിഫൈൻ ചെയ്തത് നമ്മളെങ്ങനെ കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നു, അതായത് മനസ്സിലാക്കുന്നു, ആ ഒരു ഇൻഫർമേഷൻ നമ്മളെങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യും, പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ അതിനെ റിക്കവറി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ആ രീതിയിലാണ് കൊഗ്നിഷനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തത്, നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്. മെനി സൈക്കോളജിസ്റ്റ് ലൈക്ക് പിയാഷെ, ആൽബർട്ട് ബണ്ടൂര, നോം ചോംസ്കി, Edward Tolman, all these psychologists significantly contributed to cognitive psychology. Cognitive psychologistle ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സൈക്കോളജിസ്റ്റ് ആയിരുന്നു എഡ്വേർഡ് ടോൾമാൻ ആൻഡ് ജീൻ പിയാഷെ. എഡ്വേർഡ് ടോൾമാൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇസ് റിലേറ്റഡ് ടു ദ ഫീൽഡ് ഓഫ് ലേണിംഗ്, തിങ്കിങ് ആൻഡ് ക്രിയേറ്റീവ് ഫങ്ഷനിങ്. ആൻഡ് ഹീ സ്റ്റഡീഡ് റാറ്റ്സ് വിച്ച് വെർ മെയ്ഡ് ടു നാവിഗേറ്റ് ത്രൂ മേസസ്. അതായത് പാത കണ്ടെത്തുക എന്നുള്ള നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെയ്യുന്ന കളികൾ പോലെയുള്ള മേസിലൂടെ അവർ ട്രാവൽ ചെയ്ത് ആ ഒരു പാത്ത് കണ്ടെത്തണം, അതായത് ഫുഡ് വെച്ചേക്കുന്ന സ്ഥലത്തോട്ട് എത്തണം. അപ്പോൾ ഇത് പല രീതിയിൽ ഈ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തു. അപ്പം കുറച്ച് റാറ്റ്സ് ഈ പാത്ത് ആദ്യമേ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ അടുത്ത വീണ്ടും എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആ പാത്ത് ഫോളോ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഒരു ബാരിയർ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും ആ പാത്ത് മാറി അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ അതുപോലെ തന്നെ കൊടുക്കുന്ന റിവാർഡ്, ഇപ്പം 3 ഗ്രൂപ്പായിട്ട് ഇത് കണ്ടക്ട് ചെയ്തു. ഒരു ഗ്രൂപ്പിന് പാത്ത് കണ്ടെത്തിയാൽ ഫുഡ് കിട്ടും, ഒരു ഗ്രൂപ്പിന് കിട്ടത്തില്ല, മറ്റൊരു ഗ്രൂപ്പിനും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് ഫുഡ് കിട്ടുന്ന ഗ്രൂപ്പിന് അവരുടെ ലേണിംഗ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടന്നു ആ റാറ്റ്സിൽ. ആൻഡ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ ലേണിംഗ് പുറകോട്ടായിരുന്നു, മൂന്നാമത്തെ ഗ്രൂപ്പിൽ ലേണിംഗ് പുറകോട്ടായിരുന്നു. പക്ഷേ മൂന്നാമത്തെ ഗ്രൂപ്പിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ആ റാറ്റ്സിന് ഈ പാത്ത് കണ്ടെത്തിയപ്പോഴത്തേക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ലേണിംഗ് കുറച്ച് നേരത്തേക്ക് ഡിലേ ചെയ്തിട്ട് പിന്നെ റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുത്തപ്പോഴത്തേക്കും ആ റാറ്റ്സ് ആദ്യത്തെ ഗ്രൂപ്പിനേക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് കണ്ടെത്തി. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം 2 കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു, ലേറ്റൻറ്റ് ലേണിങ്ങും കോഗ്നിറ്റീവ് മാപ്സ് എന്നുള്ള കൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്തു. കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ജീൻ പിയാഷെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം
മെയിനായിട്ട് സ്റ്റഡി ചെയ്തത് ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ആയിരുന്നു. അദ്ദേഹം സ്വന്തം മക്കളിൽ സ്റ്റഡി ചെയ്തതിൻ്റെ ബേസിസിലാണ് അദ്ദേഹം ഒരു കുട്ടി ജനിക്കുന്നിടം തൊട്ട് അഡോളസെൻ്റ് പീരീഡ് വരെ എത്തുന്ന കാലഘട്ടത്തിൽ ഏതൊക്കെ രീതിയിലാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നതെന്നുള്ള ആ ഒരു പ്രോസസ്സ് സ്റ്റഡി ചെയ്യും. ആ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഹീ വാസ് എ വെരി prominent cognitive psychologist, and he published his first scientific paper when he was just 11 years old. Cognitive psychologists explore a wide variety of topics related to thinking process. തിങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് ടോപ്പിക്സ് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ കീഴിൽ സ്റ്റഡി ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് അറ്റൻഷൻ, ചോയ്സ് ബേസ്ഡ് ബിഹേവിയർ, ഡിസിഷൻ മേക്കിംഗ്, ഫോർഗെറ്റിംഗ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, ലാംഗ്വേജ് അക്വിസിഷൻ, മെമ്മറി, പ്രോബ്ലം സോൾവിംഗ്, speech perception, visual perception. So you find that cognitive psychology is a branch of psychology that deals with studying how people think. മനുഷ്യരെങ്ങനെ ചിന്തിക്കുന്നു, ആ ചിന്തയിലൂടെ മനുഷ്യനെങ്ങനെ എൻവയൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെയായിരുന്നു കോഗ്നിറ്റീവ് സൈക്കോളജി മെയിനായിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് ശ്രമിച്ചത്. സോ ദീസ് ഇൻട്രാക്ഷൻസ് ഇൻവോൾവ് thinking, your emotions, creativity and problem solving abilities, and that affects how and why you do and think or do certain things എന്നുള്ളത്. സോ കോഗ്നിറ്റീവ് സൈക്കോളജി ഇപ്പം നമ്മൾ ഒരു കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ ആ ഒരു ഇൻ്റലിജൻസിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ കോഗ്നിറ്റീവ് സൈക്കോളജി ഇൻ്റലിജൻസിനെ മെഷർ ചെയ്യാനായിട്ടും ശ്രമിച്ചു എന്നുള്ളതാണ് ആ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നൊരു കാര്യമായിരുന്നു. ആൻഡ് കോഗ്നിറ്റീവ് സൈക്കോളജി സ്റ്റേറ്റ്സ് ദാറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് ഇൻറ്റേർണൽ മെൻ്റൽ പ്രോസസ്സിങ്, ദാറ്റ് ഇസ് ഹൗ പീപ്പിൾ തിങ്ക് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസസ് അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇതെല്ലാം നമ്മുടെ മെൻ്റൽ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബിഹേവിയർ ഈ ഫാക്ടേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. Cognitive psychology assumes that there is an internal process that occurs when there is a stimulus and response. നമ്മളൊരു സ്റ്റിമുലസ് റെസ്പോൺസ് നടക്കുന്ന സമയത്ത് ആ വെറുതെ ഒരു സ്റ്റിമുലസിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, അവിടെ ഒരു ഇൻറ്റേർണൽ പ്രോസസ്സിങ് നടക്കാറുണ്ട്. ആ ഒരു പ്രോസസ്സിന് വിളിച്ച പേരെന്ന് പറഞ്ഞാൽ മീഡിയേഷണൽ പ്രോസസ്സാണ്. So the mediational process is the process that occurs between your stimulus and the response. അത് നമ്മുടെ മെമ്മറി ആകാം, നമ്മുടെ പെർസെപ്ഷൻ ആകാം, അറ്റൻഷൻ, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയുള്ള പല പ്രോസസ്സ് നമ്മുടെ മൈൻഡിൽ നടക്കാറുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. സോ കോഗ്നിറ്റീവ് സൈക്കോളജി ഈ ഒരു ആസ്പെക്റ്റ്, അതായത് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സ്, ആ ഒരു സിസ്റ്റംസ് അപ്രോച്ച് എന്നുള്ളൊരു ആസ്പെക്റ്റ് കൂടി അവർ അക്സെപ്റ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി? കോഗ്നിറ്റീവ് സൈക്കോളജി ഒരു സയൻറ്റിഫിക് മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ കോഗ്നീഷൻ എങ്ങനെ നടക്കുന്നു എന്നൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഒബ്റ്റെയിൻ ചെയ്ത റിസൾട്ട്സ് കുറച്ചുകൂടെ റിലയബിൾ ആയിരുന്നു. ആൻഡ് ദേ പ്രൊപ്പോസ് ദാറ്റ് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റിവാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നടക്കും. സോ ഇറ്റ് സപ്പോർട്ടഡ് ദ ഐഡിയ ഓഫ് മോട്ടിവേഷൻ. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ മെൻ്റൽ ബിഹേവിയർ. ഒരു കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ മെൻ്റൽ ബിഹേവിയർ ആണ്. അതിനെ നമുക്ക് എക്സ്പെരിമെൻറ്റ്സിലൂടെ സ്റ്റഡി ചെയ്യാൻ പറ്റുമെന്ന് കോഗ്നിറ്റീവ് സൈക്കോളജി പ്രൂവ് ചെയ്തു. ഓൾസോ ദേ എയിം ടു സ്റ്റഡി ഹൗ പീപ്പിൾ തിങ്ക്, ലേൺ, റിമെമ്പർ ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ. നമ്മൾ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നു, അതിനെ റിട്രീവ് ചെയ്യുന്നു എന്നൊക്കെ പഠിക്കാനായിട്ട് ശ്രമിച്ചു. കോഗ്നിറ്റീവ് സൈക്കോളജി ട്രൈ ടു സ്റ്റഡി ദ ഹ്യൂമൻ പ്രോസസ്സ്. നമ്മുടെ ഹ്യൂമൻ തോട്ട് എങ്ങനെ നടക്കുന്നു എന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതെങ്ങനെ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. ഓൾസോ ദേ സ്റ്റഡീഡ് അബൌട്ട് ഹൗ ആ ബ്രെയിൻ ഫങ്ഷൻസ്. നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് കോഗ്നിറ്റീവ് സൈക്കോളജി കാരണമായി എന്നുള്ളതാണ്. ആൻഡ് കോഗ്നിറ്റീവ് സൈക്കോളജി ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നോക്കുകയാണെങ്കിൽ ദേ ഗേവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡക്റ്റീവ് അപ്രോച്ച് ഓഫ് ടീച്ചിങ്. അതായത് നമ്മളൊരു എക്സാമ്പിൾസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ജനറൽ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾസിൽ എറൈവ് ചെയ്യുന്ന ഒരു ഇൻഡക്റ്റീവ് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. This approach suggests that human behavior is not only influenced by genetics, hormonal imbalances and the environment, but also by a mental process. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് നമ്മളുടെ ഹ്യൂമൻ ഫങ്ഷനിങ്ങിനെ എഫക്റ്റ് ചെയ്യാറുണ്ടെന്ന് കോഗ്നിറ്റീവ് സൈക്കോളജി പ്രൂവ് ചെയ്തു.
and it helped to the understanding of the brain functioning and also led to find out the reasons for psychological distress. അതായത് നമുക്ക് മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ഒരു ബേസായിട്ട് കൊഗ്നിറ്റീവ് സൈക്കോളജി വർക്ക് ചെയ്തു. ആൻഡ് ദാറ്റ് ലെഡ് ടു ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് വേരിയസ് ഫോബിയാസ് അല്ലെങ്കിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, മറ്റ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സൊക്കെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ നടത്താം എന്നുള്ളത് ആ ഒരു റിസർച്ച് ഏരിയയിലേക്ക് കൊഗ്നിറ്റീവ് സൈക്കോളജി ലീഡ് ചെയ്തു. നെക്സ്റ്റ് വിൽ സീ ദ ഡീമെറിറ്റ്സ് ഓഫ് കൊഗ്നിറ്റീവ് സൈക്കോളജി. കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡീമെറിറ്റ്സ് എടുക്കുകയാണെങ്കിൽ ദ എക്സ്പെറിമെൻറ്റ്സ് ലാക്ഡ് വാലിഡിറ്റി. അതായത് നമ്മൾ ഈ കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഇപ്പം ടോൾമാൻ്റെ എക്സ്പെറിമെൻറ്റ്സ് ആണെങ്കിലും മറ്റ് കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്കും അവിടെ ഒരു വാലിഡിറ്റി കുറവായിരുന്നു എന്നുള്ളതാണ്. ബിക്കോസ് ഓഫ് ദ ആർട്ടിഫിഷ്യാലിറ്റി ഓഫ് ടാസ്ക് ആൻഡ് എൻവയൺമെൻറ്റ്. ഇപ്പം നമ്മളൊരു തിങ്കിങ് പ്രോസസ്സ് മനസ്സിലാക്കണമെങ്കിൽ എക്സ്പെറിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു ആർട്ടിഫിഷ്യാലിറ്റി അവിടെ കടന്നു വരുന്നു എന്നുള്ളതാണ് എക്സ്പെറിമെൻറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന മെയിനായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ. നമ്മളൊരു ഡെയിലി ലൈഫിൽ വരുമ്പോഴത്തേക്കും എൻവയൺമെൻറ്റ് ഫാക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ തിങ്കിങ് പ്രോസസ്സ് വ്യത്യസ്തമായിരിക്കും. And another disadvantage was that we cannot directly observe the process of cognition. അപ്പോൾ അത് നമുക്കൊരിക്കലും ഇങ്ങനെ എക്സ്പെറിമെൻറ്റ്സിലൂടെ സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൊഗ്നിറ്റീവ് സൈക്കോളജി അതിന് ശ്രമിച്ചു. അപ്പം ആ ഒരു സ്റ്റഡിയിൽ കിട്ടുന്ന റിസൾട്ട്സ് അത്രയും റിലയബിൾ ആകത്തില്ല എന്നുള്ളതാണ്. Another weakness of cognitive psychology was that it ignored other factors like biology അല്ലെങ്കിൽ നമ്മുടെ upbringing എന്നുള്ള ആ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്തില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബിഹേവിയറിനെ ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നു, കൊഗ്നിറ്റീവ് സൈക്കോളജി കൺസിഡർ ചെയ്തില്ല. സോ ഇൻ ദിസ് ക്ലാസ് വി ലേൺഡ് അബൌട്ട് ദ സ്കൂൾ ഓഫ് സൈക്കോളജി, cognitive psychology.